السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സഹോദരങ്ങളെ, ഈ മസ്ജിദിലെ നമ്മുടെ ദർസുകൾ ഏകദേശം ഒരു വർഷത്തിനോടടുത്തായി നിന്നുപോയിട്ട് അൽഹംദുലില്ലാഹ് ഇന്ന് അള്ളാഹുവിൻ്റെ തൗഫീഖിനാൽ അത് പുനരാരംഭിക്കുകയാണ്. പരിശുദ്ധ ഖുർആനിൻ്റെ തഫ്സീർ വിശദീകരണമാണ് ബുധനാഴ്ചകളിൽ നമ്മൾ പഠിച്ചു വരാറുണ്ടായിരുന്നത്. അതിൽ സൂറത്തു അൽ ഫാത്തിഹ മുതൽ സൂറത്തു അൽ ഫാത്തിഹ ഉൾപ്പെടെ ഖുർആനിലെ അവസാനത്തെ ജുസ് മുതൽ മുകളിലേക്ക് സൂറത്തു മുഹമ്മദ് വരെ ആണ് നമ്മൾ പഠിച്ചു വന്നത്. അതിൽ അടുത്ത സൂറത്തുൽ ഫത്ഹ് വരെ നമ്മൾ പൂർത്തിയാക്കി. 47ാമത്തെ സൂറത്തു മുഹമ്മദ് ആണ് ഇന്ന് നമ്മൾ ആരംഭിക്കുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. الذين كفروا وصدوا عن سبيل الله أضل أعمالهم. ഈ സൂറത്തിന് നമുക്കറിയാവുന്നതുപോലെ സൂറത്തു മുഹമ്മദ് എന്നു പേരുണ്ട്. മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് ഈ സൂറത്തിൽ തുടക്കത്തിൽ തന്നെ രണ്ടാമത്തെ ആയത്തിൽ തന്നെ പരാമർശിക്കുന്നതിനാൽ വല്ലദീന ആമനു വഅമിലു സ്സാലിഹാത്തി വആമനു ബിമാ നുസ്സില അലാ മുഹമ്മദിൻ വഹുവൽ ഹഖ്ഖു മിർ റബ്ബിഹിം എന്ന് പറഞ്ഞ് ആ സൂറത്തിൽ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് പരാമർശിക്കുന്നതുകൊണ്ട് ഈ സൂറത്തിൻ്റെ മറ്റൊരു പേര് സൂറത്തുൽ ഖിതാൽ എന്നാണ്. സൂറത്തു അൽ ഖിതാൽ. ഖിതാൽ എന്നാൽ യുദ്ധമാണ്. യുദ്ധത്തെക്കുറിച്ചുള്ള പരാമർശങ്ങളുള്ള ചില ആയത്തുകൾ ഈ സൂറത്തിലുള്ളതിനാലാണ് ആ പേര് പറയപ്പെട്ടിട്ടുള്ളത്. ഈ സൂറത്ത് മദനിയത്തായ സൂറത്താണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റയ്ക്ക് ശേഷം അവതരിപ്പിക്കപ്പെട്ട സൂറത്തുകളിൽ ഒന്നാണ്. അല്ലാഹു റബ്ബുൽ ആലമീൻ ഈ സൂറത്തിൽ പറയുന്നു, الذين كفروا وصدوا عن سبيل الله أضل أعمالهم. الذين كفروا ആരാണോ കുഫറിലായത് അഥവാ അള്ളാഹുവിനെ, അവൻ്റെ ദീനിനെ, അവൻ്റെ റസൂലിനെ സല്ലല്ലാഹു അലൈഹി വസല്ലം നിഷേധിച്ചത്, ഇസ്ലാമിനെ നിഷേധിച്ചത്, വസദ്ദു അൻ സബീലില്ലാഹ് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് തടയുകയും ചെയ്തത്, അദല്ല അഅമാലഹും
അല്ലാഹു റബ്ബുൽ ആലമീൻ അദല്ല അവൻ പാഴാക്കി കളഞ്ഞിരിക്കുന്നു അഅമാലഹും അവരുടെ പ്രവർത്തികൾ. അല്ലദീന കഫറു വസദ്ദു അൻ സബീലില്ലാഹ് അദല്ല അഅമാലഹും. ആരാണോ ഈ ദീനിനെ നിഷേധിക്കുകയും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് തടയുകയും ചെയ്തത് അവരുടെ പ്രവർത്തനങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പാഴാക്കി കളഞ്ഞിരിക്കുന്നു. ഇമാം ഇബ്നു കസീർ റഹിമഹുല്ലാഹ് ഈ ആയത്തിന്റെ തഫ്സീറിൽ പറയുകയാണ്, അല്ലദീന കഫറു ഐ ബി ആയാത്തില്ലാഹ്. അല്ലദീന കഫറു നിഷേധിച്ചവർ എന്ന് പറഞ്ഞാൽ ഉദ്ദേശം ബി ആയാത്തില്ലാഹ്, അള്ളാഹുവിൻ്റെ ആയത്തുകളെ അവൻ്റെ തെളിവുകളെ നിഷേധിച്ചവരാരോ, വസദ്ദു അതുപോലെ തടയുകയും ചെയ്തത് ആരോ. സദ്ദു എന്ന് പറഞ്ഞാൽ അവർ സ്വന്തത്തെ ദീനിൽ നിന്ന് തടഞ്ഞു, മാത്രമല്ല ഗൈറഹും അവരല്ലാത്തവരെയും അള്ളാഹുവിൻ്റെ ദീനിൽ നിന്ന് യഥാർത്ഥ സത്യമാർഗത്തിൽ നിന്ന് തടഞ്ഞു. അങ്ങനെ ചെയ്താൽ അങ്ങനെയുള്ളവരുടെ ഫലം എന്താണ്? അദല്ല അഅമാലഹും, അള്ളാഹു അവരുടെ പ്രവർത്തനങ്ങൾ പാഴാക്കി കളഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അബ്തലഹ അവനത് ഫലശൂന്യമാക്കി, വഅദ്ഹബഹ അവനതില്ലാതാക്കി, വലം യജ്അൽ ലഹ സവാബൻ വലാ ജസാഅ അതിന് ഒരു പ്രതിഫലവും അല്ലാഹു റബ്ബുൽ ആലമീൻ നൽകുകയില്ല. ഏതുപോലെ സൂറത്തു അൽ ഫുർഖാനിൽ അല്ലാഹു തന്നെ പറഞ്ഞിട്ടുണ്ട്, വഖദിംനാ ഇലാ മാ അമിലു മിൻ അമലിൻ ഫജഅൽനാഹു ഹബാഅൻ മൻസൂറ. വഖദിംനാ ഇലാ മാ അമിലു മിൻ അമലിൻ അവർ പ്രവർത്തിച്ച പ്രവർത്തനത്തിലേക്ക് നാം ചെല്ലും. ഫജഅൽനാഹു എന്നിട്ട് നാം അതിനെ ആക്കി തീർക്കും ഹബാഅൻ മൻസൂറ പൊടിച്ചുപാറ്റിയ ധൂളികൾ പോലെ, പറക്കുന്ന പൊടി പോലെ അള്ളാഹു അതിനെ ആക്കി തീർക്കും. കാരണം അള്ളാഹു പ്രവർത്തനം സ്വീകരിക്കണമെങ്കിൽ, എന്ത് കർമ്മമാകട്ടെ അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ അതിനുള്ള ഒന്നാമത്തെ നിബന്ധന അവൻ അള്ളാഹുവിലും അവൻ്റെ യഥാർത്ഥ ദീനിലും അവൻ്റെ റസൂലുകളിലും ശരിയാവണ്ണം വിശ്വസിച്ചിരിക്കണം. ഈമാനിൻ്റെ ശരിയായ വിശ്വാസത്തിൻ്റെ ഇസ്ലാമിൻ്റെ അടിത്തറയില്ലാത്ത അമലുകളെല്ലാം പൊളിഞ്ഞുപോയിരിക്കുന്നു. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആയിഷ റളിയല്ലാഹു അൻഹ മുൻകാലത്ത് ജാഹിലിയ കാലത്ത് ജീവിച്ച ഒരാളെക്കുറിച്ച് ചോദിച്ചു. അയാൾ ജാഹിലിയ കാലത്ത് നല്ല നല്ല പ്രവർത്തനങ്ങൾ ചെയ്തിരുന്ന ആളായിരുന്നു. അടിമകളെ മോചിപ്പിക്കുക, കുടുംബബന്ധം ചേർക്കുക, സാധുക്കളെ സഹായിക്കുക തുടങ്ങിയ പ്രവർത്തനങ്ങൾ. അള്ളാഹുവിൽ അയാൾക്ക് രക്ഷയുണ്ടാകുമോ? അയാൾ രക്ഷപ്പെടുമോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇല്ല. കാരണം ഒരിക്കൽ പോലും അയാൾ പറഞ്ഞിട്ടില്ല റബ്ബിഗ്ഫിർ ലി ഖതീഅതി യൗമദ്ദീൻ, അള്ളാഹുവേ ഖിയാമത്ത് നാളിൽ എൻ്റെ പാപങ്ങൾ നീ എനിക്ക് പുറത്തു നൽകണമേ. അഥവാ അയാൾ അള്ളാഹുവിലും പരലോകത്തിലും വിശ്വാസമില്ലാത്ത ആളായിരുന്നു. ഖുർആനിൽ അല്ലാഹു റബ്ബുൽ ആലമീൻ തന്നെ പറഞ്ഞു, വലഖദ് ഊഹിയ ഇലൈക വഇലൽ ലദീന മിൻ ഖബ്ലിക ലഇൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക വലതകൂനന്ന മിനൽ ഖാസിരീൻ. ഓ നബിയെ, താങ്കൾക്കും താങ്കൾക്ക് മുൻപുള്ള നബിമാർക്കും വഹി നൽകപ്പെട്ട കാര്യമാണ്. ലഇൻ അശ്റക്ത, താങ്കളെങ്ങാനും അള്ളാഹുവിൽ പങ്കുചേർത്താൽ ലയഹ്ബതന്ന അമലുക്, താങ്കളുടെ പ്രവർത്തനങ്ങളെല്ലാം പൊളിഞ്ഞുപോകും. വലതകൂനന്ന മിനൽ ഖാസിരീൻ, നഷ്ടക്കാരുടെ കൂട്ടത്തിൽ താങ്കൾ പെട്ടുപോകും. വമൻ യബ്തഗി ഗൈറൽ ഇസ്ലാമി ദീനൻ ഫലൻ യുഖ്ബല മിൻഹു വഹുവ ഫിൽ ആഖിറതി മിനൽ ഖാസിരീൻ. ആരാണോ ഇസ്ലാം അല്ലാത്തതിനെ ദീനായി തേടിയത്, മതമായി ആഗ്രഹിച്ചത്, ഫലൻ യുഖ്ബല മിൻഹു, ഒരിക്കലും അവനിൽ നിന്ന് അത് സ്വീകരിക്കപ്പെടുകയില്ല. വഹുവ ഫിൽ ആഖിറതി മിനൽ ഖാസിരീൻ, പരലോകത്തവൻ നഷ്ടക്കാരുടെ കൂട്ടത്തിലായിരിക്കും. അല്ലാഹു റബ്ബുൽ ആലമീൻ ഈ ദീൻ മാത്രമേ സ്വീകരിക്കുകയുള്ളൂ. അത് സ്വീകരിക്കാതിരുന്നാൽ ഒരാളുടെ സർവ്വ പ്രവർത്തനങ്ങളും പൊളിഞ്ഞുപോയിരിക്കുന്നു. അതിൻ്റെ കൂടെ ഒരാൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് ജനങ്ങളെ തടയുക കൂടി ചെയ്താൽ അത് പാപത്തിനു മുകളിൽ പാപമാണ്. അതിന് ശിക്ഷയുടെ മേൽ ശിക്ഷ ഉണ്ടായിരിക്കും. ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അല്ലദീന കഫറു വസദ്ദു അൻ സബീലില്ലാഹ് സിദ്നാഹും അദാബൻ ഫൗഖൽ അദാബി ബിമാ കാനൂ യുഫ്സിദൂൻ. സൂറത്തു അൻ-നഹ്ലിൽ അല്ലാഹു പറഞ്ഞത് കാണാം, ആരാണോ ഈ ദീനിനെ നിഷേധിച്ചത്,
അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് ജനങ്ങളെ തടയുകയും ചെയ്തത് സിദ്നാഹും അജാബൻ ഫൗഖൽ അജാബ്, അവരുടെ ശിക്ഷക്കുമേൽ നാം ശിക്ഷ വർദ്ധിപ്പിച്ചു കൊടുക്കും. ബിമാ കാനൂ യുഫ്സിദൂൻ, അവർ കുഴപ്പമുണ്ടാക്കിയത് കാരണത്താൽ. അഥവാ ഒരാൾ ഇസ്ലാം സ്വീകരിക്കാതിരിക്കുക മാത്രമല്ല, അതിനുമേൽ തിന്മകൾ വേറെയും ചെയ്താൽ അതിനുകൂടി ശിക്ഷയുണ്ടാകും. അതേസമയം അതല്ലാതെ കുഫർ മാത്രം ചെയ്ത ആൾ, അയാൾ ഇസ്ലാം സ്വീകരിക്കാത്തതിനാൽ കുഫറിലായി മരിച്ചതിനാൽ നരകത്തിൽ ശാശ്വതവാസിയായിരിക്കും. അതുപോലെ വേറൊരുവൻ ഇസ്ലാം സ്വീകരിച്ചില്ല, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് ജനങ്ങളെ തടയുകയും ഇസ്ലാമിനോടും മുസ്ലിമീങ്ങളോടും ശത്രുത വെക്കുകയും അവരെ ദ്രോഹിക്കാൻ ശ്രമിക്കുകയും ചെയ്താൽ അവനും നരകത്തിൽ ശാശ്വതനാണ്. പക്ഷെ അവന് ആദ്യം പറഞ്ഞവനേക്കാൾ ശിക്ഷ അധികമുണ്ടായിരിക്കും. രണ്ടു പേരും ഒരുപോലെ ആകുന്നത് ഏത് കാര്യത്തിലാണ്? നരകത്തിൽ ശാശ്വതരാണ് എന്ന കാര്യത്തിൽ. നോക്കൂ, സാധാരണക്കാരനായ ഒരു കാഫിറും ഫിർഔനും ഒരുപോലെയാണോ? ഒരിക്കലുമല്ല. അബൂ താലിബും അബൂലഹബും ഒരുപോലെയല്ല. രണ്ടുപേരും ഒരുപോലെയാണ് കുഫറിലാണ് മരിച്ചത് എന്ന കാര്യത്തിൽ. അതുകൊണ്ട് നരകത്തിൽ ശാശ്വതരാണ് എന്ന കാര്യത്തിൽ. പക്ഷേ രണ്ടുപേരുടെയും ശിക്ഷ അതൊരുപോലെയല്ല. അല്ലാഹു റബ്ബുൽ ആലമീൻ പറയുകയാണ്, ഇങ്ങനെയുള്ളവരുടെ പ്രവർത്തനങ്ങൾ അല്ലാഹു പാഴാക്കി കളഞ്ഞിരിക്കുന്നു. പ്രവർത്തനങ്ങൾ പാഴാക്കുക എന്ന് പറഞ്ഞാൽ, ഒന്ന്, ദുനിയാവിൽ അവർ ഇസ്ലാമിനും ഈ സത്യത്തിനും എതിരിൽ പ്രയോഗിക്കുന്ന കുതന്ത്രങ്ങൾ, അവരുടെ കുൽസിത ശ്രമങ്ങൾ, അതെല്ലാം അല്ലാഹു പാഴാക്കി കളയും. അതിനൊന്നും അല്ലാഹു ശരിയായ വിജയം നൽകുകയില്ല. മറിച്ച് അന്തിമ വിജയം വൽ ആഖിബതു ലിൽ മുത്തഖീൻ, തഖ്വ പാലിച്ച അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിച്ചവർക്കാണ് അന്തിമ വിജയം. അതുപോലെ പരലോകത്ത് അവരുടെ പ്രവർത്തനങ്ങളെല്ലാം പാഴായി പോകും. അവർ വല്ല നന്മയും ചെയ്തിട്ടുണ്ടെങ്കിൽ അതുകൂടി. കാരണം ഈ അടിസ്ഥാനം വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലല്ലാതെ നന്മകൾ അല്ലാഹു റബ്ബുൽ ആലമീൻ സ്വീകരിക്കുകയില്ല. ശിർക്കെന്ന കുഫറെന്ന തിന്മക്ക് മുൻപിൽ ഒരു നന്മയും നിലനിൽക്കുകയില്ല. ശിർക്കെന്ന കുഫറെന്ന തിന്മ, അതിനു മുൻപിൽ ബാക്കിയുള്ള നന്മകളെല്ലാം അതെല്ലാം തന്നെ ഫലശൂന്യമായി പോകുന്നതാണ്. പരിശുദ്ധ ഖുർആനിന്റെ പ്രത്യേകതയാണ് ഒരു കാര്യം പറഞ്ഞാൽ അതിന്റെ എതിർവശം പറയുക എന്നത്. അല്ലാഹു പറയുന്നു, വല്ലദീന ആമനു വഅമിലുസ് സാലിഹാതി വആമനു ബിമാ നുസ്സില അലാ മുഹമ്മദിൻ വഹുവൽ ഹഖ്ഖു മിർ റബ്ബിഹിം കഫറ അൻഹും സയ്യിആതിഹിം വഅസ്ലഹ ബാലഹും. വല്ലദീന ആമനു, ആരാണോ ഈമാൻ കൈക്കൊണ്ടത്, ആരാണോ വിശ്വസിച്ചത്, അള്ളാഹുവിലും അവന്റെ ദീനിലും അവന്റെ മുഴുവൻ റസൂലുകളിലും വിശ്വസിച്ചത്, വഅമിലുസ് സാലിഹാത്ത്, സൽപ്രവർത്തനങ്ങൾ പ്രവർത്തിച്ചത്, വആമനു, വിശ്വസിക്കുകയും ചെയ്തത്, ബിമാ നുസ്സില അലാ മുഹമ്മദിൻ, മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മേൽ എന്താണോ അവതരിപ്പിക്കപ്പെട്ടത്, അള്ളാഹു എന്താണോ ആ നബിക്ക് അവതരിപ്പിച്ചു കൊടുത്തത്, അതിൽ വിശ്വസിക്കുകയും ചെയ്തു. നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് അള്ളാഹു പരാമർശിച്ച ഖുർആനിലെ ചുരുക്കം ചില ആയത്തുകളിൽ ഒന്നാണ് ഈ ആയത്ത്. മുഹമ്മദ് എന്ന പേര്, ആ മഹത്തായ നാമം പരാമർശിക്കപ്പെട്ട ചുരുക്കം ചില ആയത്തുകളിൽ ഒന്നാണ് ഇത്. മറ്റൊരായത്ത് ഏതാണ്? നമ്മൾ തൊട്ടുമുമ്പ് പഠിച്ച സൂറത്തു ഫത്ഹിൽ ഉണ്ടല്ലോ, മുഹമ്മദുൻ റസൂലുള്ളാഹ്. മുഹമ്മദുൻ റസൂലുള്ളാഹ് എന്ന് ഖുർആനിൽ ഒരു സ്ഥലത്ത് മാത്രമേ ഉള്ളൂ. മുഹമ്മദുൻ റസൂലുള്ളാഹ് എന്ന് ഖുർആനിൽ ഒരേ ഒരു സ്ഥലത്ത് മാത്രമേ ഉള്ളൂ. അത് സൂറത്തുൽ ഫത്ഹിലാണ്. സൂറത്തുൽ ഫത്ഹിലെ അവസാനത്തെ ആയത്തിൽ. അത് സുബ്ഹാനല്ലാഹ് എന്തുകൊണ്ടും യോജിച്ച സ്ഥലമാണ്. കാരണം സൂറത്തുൽ ഫത്ഹ് എന്തിനെ കുറിച്ചാണ്? ഹുദൈബിയ സന്ധിയെക്കുറിച്ചാണ്. ഹുദൈബിയ സന്ധിയിൽ മുശ്രിക്കുകൾ എഴുതിയ കരാറിൽ നിന്ന് മായ്ക്കാൻ ആവശ്യപ്പെട്ടത് എന്താണ്? മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന വാചകമാണ്. സുഹൈൽ ഇബ്നു അംർ പറഞ്ഞു, നീ അള്ളാഹിന്റെ റസൂലാണെന്ന് ഞങ്ങൾ അംഗീകരിക്കുന്നുവെങ്കിൽ പിന്നെ ഈ തർക്കത്തിന്റെ ഈ കരാറിന്റെ ആവശ്യമില്ലല്ലോ, അത് എഴുതാൻ പറ്റൂല. മറിച്ച് നീ എഴുതിക്കോളൂ മുഹമ്മദ് ബിൻ അബ്ദുല്ല, മുഹമ്മദ് ബിൻ അബ്ദുല്ല എന്ന് എഴുതിക്കോളൂ, അബ്ദുല്ലാഹിയുടെ മകൻ മുഹമ്മദ് എന്ന്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ അള്ളാഹുവിന്റെ റസൂലാണ്, അതിൽ യാതൊരു സംശയവുമില്ല, എഴുതിക്കോളൂ മുഹമ്മദ് ബിൻ അബ്ദുല്ല.
കാരണം ആ സന്ധിക്ക് മുന്നേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഇന്ന് ഈ മക്കയുടെ പവിത്രത കാക്കാൻ എന്ത് വിട്ടുവീഴ്ച അവരെന്നോട് ആവശ്യപ്പെട്ടാലും ഞാനത് ചെയ്യുക തന്നെ ചെയ്യും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അത് മായ്ക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവശ്യപ്പെടുകയുണ്ടായി. സഹാബത്തിനേറെ പ്രയാസമുണ്ടാക്കിയ സംഭവമായിരുന്നു അത് പരാമർശിച്ച സൂറത്താണ് സൂറത്തുൽ ഫത്ത്. അതിൽ അല്ലാഹു റബ്ബുൽ ആലമീൻ ആ സൂറത്ത് അവസാനിപ്പിച്ചത് ഈ ആയത്ത് കൊണ്ടാണ്, മുഹമ്മദുൻ റസൂലുള്ളാഹ്. ആരും അയച്ചു കളയാൻ ആവശ്യപ്പെട്ടിട്ട് എന്ത് കാര്യം? അള്ളാഹുവിങ്കിൽ അള്ളാഹു അയച്ച അള്ളാഹുവിൻ്റെ റസൂലാണ്, അല്ല റസൂലുകളിൽ ഏറ്റവും ശ്രേഷ്ഠനാണ് മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം. ഇവിടെ മുഹമ്മദ് എന്ന് അള്ളാഹു പരാമർശിച്ചിരിക്കുന്നു. وآمنوا بما نزل على محمد وهو الحق من ربهم. അതാകട്ടെ വഹുവ മുഹമ്മദ് നബിക്ക് അവതരിപ്പിക്കപ്പെട്ടത് എന്തോ അത് അൽ ഹഖ്, അത് സത്യമാണ്, അതാകുന്നു സത്യം. മിർ റബ്ബിഹിം, അവരുടെ റബ്ബിൽ നിന്നുള്ള, അവരുടെ സൃഷ്ടാവും സംരക്ഷകനും നിയന്താവുമായ അള്ളാഹുവിൽ നിന്നുള്ള സത്യമാണ് യഥാർത്ഥത്തിൽ അത്, അഥവാ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതരിപ്പിക്കപ്പെട്ടതെന്തോ അത്. കഫറ അൻഹും സയ്യിആതിഹിം, ഇങ്ങനെ വിശ്വസിച്ച മുഹമ്മദ് നബിയിലും അവിടുത്തേക്ക് അള്ളാഹു അവതരിപ്പിച്ചതിലും വിശ്വസിച്ച സൽക്കർമ്മങ്ങൾ ചെയ്ത ആളുകൾക്ക് എന്താണ് അള്ളാഹു ചെയ്യുക? കഫറ അൻഹും, അള്ളാഹു അവരിൽ നിന്ന് മായ്ച്ചു കളയും. സയ്യിആതിഹിം, അവരുടെ പാപങ്ങളെ. വഅസ്ലഹ, അള്ളാഹു നന്നാക്കും. ബാലഹും, അവരുടെ കാര്യം അള്ളാഹു നന്നാക്കും. നോക്കൂ, ഇവിടെ അള്ളാഹു പറയുകയാണ് വല്ലദീന ആമനു, ആരാണോ വിശ്വസിച്ചത്, ഈമാൻ ആർക്കാണോ ഉണ്ടായിട്ടുള്ളത് അള്ളാഹുവിൽ, അവന്റെ ദീനായ ഇസ്ലാമിൽ. വഅമിലു, അവർ പ്രവർത്തിക്കുകയും ചെയ്തു അസ്സാലിഹാത്ത്, സൽപ്രവർത്തനങ്ങൾ. വആമനു, അവർ വിശ്വസിച്ചു ബിമാ നുസില അല മുഹമ്മദ്, മുഹമ്മദിന് അവതരിപ്പിക്കപ്പെട്ടതിൽ. യഥാർത്ഥത്തിൽ വല്ലദീന ആമനു എന്ന് പറഞ്ഞതിൽ മുഹമ്മദിന് അവതരിപ്പിക്കപ്പെട്ടതിൽ വിശ്വസിക്കുക എന്നത് ഉൾപ്പെട്ടു. വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതരിപ്പിക്കപ്പെട്ടതിലാണ് വിശ്വസിക്കേണ്ടത്. പക്ഷെ അത് പ്രത്യേകം എടുത്തു പറഞ്ഞത് എന്തുകൊണ്ടാണ്? അതിന് അറബിയിൽ പൊതുവെ പറയും അത്ഫു അൽ ഖാസി ഇലൽ ആം, ഖാസായ ഒരു കാര്യം ആമായ കാര്യത്തിലേക്ക് ചേർത്തി പറയുക. ആം എന്ന് പറഞ്ഞാൽ പൊതുവായ കാര്യം, ഖാസ് എന്ന് പറഞ്ഞാൽ ആ പൊതുവായതിൽ ഉൾപ്പെട്ട ഒരു പ്രത്യേക കാര്യം. ഈമാനിൽ ഉൾപ്പെട്ടു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്നതിൽ വിശ്വസിക്കൽ. പക്ഷെ അതിനത്രയും പ്രാധാന്യമുള്ളതുകൊണ്ട് അത് പ്രത്യേകം ചേർത്ത് പറഞ്ഞു. കാരണം എന്താ? ഇമാം ഇബ്നു കസീർ പറയുകയാണ്, വഹുവ ദലീലുൻ, അതിൽ തെളിവുണ്ട്, അലാ അന്നഹു ശർത്തുൻ ഫീ സിഹ്ഹത്തിൽ ഈമാനി ബഅദ ബിഅസതിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിക്കപ്പെട്ടതിനു ശേഷം ഇനി ആ നബിയിൽ വിശ്വസിക്കാതെ ഒരാളുടെ ഈമാനും ശരിയാവുകയില്ല എന്നതിന് അതിൽ തെളിവുണ്ട്. ഒരാൾ അള്ളാഹുവിലും പരലോകത്തിലും മാത്രം വിശ്വസിക്കുന്നു, ബാക്കിയുള്ള എല്ലാ നബിമാരിലും വിശ്വസിക്കുന്നു. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം വരെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വസിക്കുന്നില്ല. അയാളുടെ ഈമാൻ അള്ളാഹുവിൽ ഫലപ്പെടുകയില്ല. മുഴുവൻ നബിമാരെയും നിഷേധിച്ചവനെ പോലെയാണ് അയാൾ. കാരണം ഖുർആനിൽ അള്ളാഹു പറഞ്ഞു, കദ്ദബത് ഖൗമു നൂഹിൻ അൽ മുർസലീൻ, നൂഹ് നബിയുടെ ജനത മുർസലുകൾ നബിമാരെ മുഴുവൻ നിഷേധിച്ചു. നൂഹ് നബിയുടെ കാലത്ത് നൂഹ് നബി മാത്രമല്ല റസൂലുള്ളൂ, മുഴുവൻ റസൂലുകളെയും അവർ നിഷേധിച്ചു. എന്താണ് കാരണം? നൂഹ് നബി അവർ നിഷേധിച്ചു. ഖുർആനിലെ ഒരായത്തിൽ ഒരാൾ വിശ്വസിക്കാതിരുന്നാൽ അയാൾ ഖുർആനിൽ മുഴുവൻ അവിശ്വസിച്ചവനെ പോലെയാണ്. ഒരായത്ത് എല്ലാത്തിനും ഞാൻ വിശ്വസിക്കാം, ആ ഒരായത്ത് ഞാൻ വിശ്വസിക്കില്ല എന്ന് പറഞ്ഞാലോ അത് ഇസ്ലാം എന്ന് പുറത്താണ്. ഖുർആനെ മുഴുവൻ നിഷേധിച്ചവനായി തീർന്നു. ഇതുപോലെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിക്കാതെ ഇനി ഒരാൾക്കും രക്ഷയില്ല. ഇനി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച വഴിക്കല്ലാതെ സ്വർഗത്തിലേക്ക് ഒരാൾക്ക് മാർഗമില്ല. കാരണം അല്ലാഹു പറഞ്ഞിരിക്കുന്നു, ഖുൽ, പറയൂ നബിയെ, യാ അയ്യുഹന്നാസ്, ഓ ജനങ്ങളെ, മനുഷ്യരെ, ഇന്നി റസൂലുള്ളാഹി ഇലൈക്കും ജമീഅ, ഞാൻ നിങ്ങൾ മുഴുവൻ പേരിലേക്കുമുള്ള അല്ലാഹുവിന്റെ റസൂലാണ്. അതിലാരും ഒഴിവല്ല. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന സഹീഹ് മുസ്ലിമിലെ ഹദീസിൽ കാണാം, വല്ലദീ നഫ്സി ബിയദിഹി
لا يسمع بي أحد من هذه الأمة يهودي ولا نصراني ثم يموت ولم يؤمن بالذي أرسلت به إلا كان من أصحاب النار. എൻ്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ ആ അള്ളാഹു തന്റെ സത്യം ഞാൻ നിയോഗിക്കപ്പെട്ടതിന് ശേഷം എന്നെക്കുറിച്ച് കേൾക്കുകയും എന്നിട്ട് എന്നിൽ വിശ്വസിക്കാതെ മരിക്കുകയും ചെയ്യുന്നവൻ അവൻ യഹൂദിയോ നസ്രാനിയോ ആരാകട്ടെ ഇല്ലാ കാന മിൻ അസ്ഹാബിൻ നാർ, അവൻ നരകാവകാശികളുടെ കൂട്ടത്തിലാണ്. യഹൂദി നസ്രാനികൾ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ഒരുപാട് റസൂലുകളിൽ വിശ്വസിക്കുന്നവരാണ്. അവർക്ക് പോലും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിക്കാതെ രക്ഷയില്ലെങ്കിൽ ബാക്കിയുള്ളവരുടെ സ്ഥിതി എന്തായിരിക്കും? അതല്ല, അവരല്ലാത്തവരുടെ സ്ഥിതി എന്തായിരിക്കും? അതുകൊണ്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വസിക്കാൻ നിർബന്ധമാണ്. പോരാ, നബിയിൽ ഭാഗികമായി വിശ്വസിച്ച ചിലരുണ്ടായിരുന്നു. നസ്രാനികളിൽപ്പെട്ട ചില ആളുകൾ പറഞ്ഞു മുഹമ്മദ് അള്ളാഹുവിന്റെ റസൂലാണ്, പക്ഷേ അറബികളിലേക്കുള്ള റസൂൽ, ഞങ്ങൾക്ക് ഉള്ള റസൂലല്ല. സുബ്ഹാനല്ലാഹ്, എവിടെ വരെ എത്തി? മുഹമ്മദ് നബി അള്ളാഹുവിന്റെ റസൂലാണ് എന്നതുവരെ എത്തി. പക്ഷെ അതുകൊണ്ട് അവർ മുസ്ലിമീങ്ങളാകുന്നില്ല, ഇസ്ലാമിൽ നിന്ന് പുറത്താണ്. ആ വിശ്വാസത്തിൽ മരിച്ചാൽ നരകത്തിൽ അവൻ ശാശ്വതവാസിയാണ്. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖിയാമത്ത് നാൾ വരേക്കുള്ള മുഴുവൻ മനുഷ്യരിലേക്കുമുള്ള റസൂലാണ്. റസൂൽ നിയോഗിക്കപ്പെട്ടതിന് ശേഷം ഒരാൾക്കും ആ നബിയിൽ വിശ്വസിക്കാതെ, ആ നബി മുഹമ്മദ് ഇബ്നു അബ്ദുല്ലാ അള്ളാഹുവിന്റെ റസൂലാണെന്ന് സാക്ഷ്യം വഹിക്കാതെ രക്ഷയില്ല. ഇത് വിശ്വസിച്ചാൽ മാത്രമേ ഒരാൾ മുസ്ലിം ആവുകയുള്ളൂ, അവർക്ക് മാത്രമേ രക്ഷയുള്ളൂ. കാരണം അള്ളാഹു അയച്ച റസൂലിനെ നിഷേധിക്കുക എന്ന് പറഞ്ഞാൽ അത് ആ റസൂലിനെ അയച്ചവനോടുള്ള നിഷേധമാണ്. നോക്കൂ, ഒരു നാട്ടിൽ ആ നാട്ടിലെ ഭരണാധികാരിയായ ഒരാൾ, ആ നാട്ടിലെ രാജാവും ആ നാട്ടിലെ ഒരു സാധാരണക്കാരായ ഒരു പൗരന്റെ വീട്ടിലേക്ക് തൻ്റെ ഒരു ദൂതൻ അയക്കുകയാണ് ഒരു സന്ദേശവുമായി. സന്ദേശവുമായി ദൂതൻ വരുമ്പോൾ ഇയാൾ പറയുകയാണ്, എനിക്ക് വേണ്ട, ഞങ്ങൾ അംഗീകരിക്കുന്നില്ല, ഇറങ്ങിപ്പോയിക്കോന്ന് പറഞ്ഞാലോ? അത് അയച്ച രാജാവിനോടുള്ള ധിക്കാരമാണ്. വലില്ലാഹിൽ മസലുൽ അഅല, അള്ളാഹുവിനാണ് ഏറ്റവും ഉന്നതമായ വിശേഷണങ്ങൾ. ഒരു പടപ്പും റബ്ബിനെ പോലെയല്ല. ചിന്തിച്ചു നോക്കൂ, പടപ്പുകളുടെ സ്ഥിതി ഇങ്ങനെയാണെങ്കിൽ പടപ്പുകളുടെ മുഴുവൻ സൃഷ്ടാവായ അള്ളാഹു റബ്ബുൽ ആലമീൻ, ആകാശഭൂമികളുടെ റബ്ബായ അള്ളാഹു നിയോഗിച്ചയച്ച അവൻ തെരഞ്ഞെടുത്ത റസൂലിനെ നിഷേധിച്ചവൻ അവൻ യഥാർത്ഥത്തിൽ അള്ളാഹുവിനോടുള്ള ധിക്കാരമാണ്, നിഷേധമാണ് കൈക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിച്ചവർ എന്ന് അള്ളാഹു പ്രത്യേകം പറഞ്ഞത്. വഹുൽ ഹഖ്ഖു മിർ റബ്ബിഹിം, അത് അള്ളാഹുവിൽ നിന്നുള്ള സത്യമാണ്, അവരുടെ റബ്ബിങ്കിൽ നിന്നുള്ള സത്യമാണ്. അവർക്കുള്ള പ്രതിഫലം എന്താണ്? കഫറ അൻഹും സയ്യിആതിഹിം, അള്ളാഹു അവരുടെ പാപങ്ങൾ മായ്ച്ചു കൊടുക്കും. മുഅ്മിനീങ്ങൾക്ക് മാത്രമുള്ളതാണ് പാപമോചനം. പാപങ്ങൾ അള്ളാഹു പുറത്തു തരിക എന്നത് യഥാർത്ഥത്തിൽ മുഅ്മിനീങ്ങൾക്ക് മാത്രമുള്ളതാണ്. അവരല്ലാത്തവർക്ക് അതൊരിക്കലും ലഭിക്കുകയില്ല. പാപമോചനം, മഗ്ഫിറ, അത് ലഭിക്കണമെങ്കിൽ ഈമാൻ ഉണ്ടായിരിക്കണം. ഈമാൻ ഉണ്ടായിരിക്കണം. പാപങ്ങൾ അള്ളാഹു പുറത്തു തന്നില്ലെങ്കിൽ നമ്മുടെ കാര്യം വലിയ നഷ്ടത്തിലായിരിക്കും. കാരണം മനുഷ്യരെല്ലാം തെറ്റുകൾ സംഭവിക്കുന്നവരാണ്. മനുഷ്യരെല്ലാം തെറ്റുകൾ സംഭവിക്കുന്നവരാണ്. ഈമാനിനോടൊപ്പം യഥാർത്ഥത്തിൽ പാപങ്ങൾക്ക് നിലനിൽക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് അല്ലാഹു റബ്ബുൽ ആലമീൻ അവരുടെ പാപങ്ങൾ പുറത്തു കൊടുക്കും. ഇതിനർത്ഥം ഒരാൾക്ക് ഈമാനുണ്ടെങ്കിൽ അയാൾക്ക് എന്ത് തോന്നിവാസവും ചെയ്യാം എന്നോ, അയാൾ ചെയ്യുന്ന ഒരു തോന്നിവാസവും അയാളുടെ ഈമാനിനെ ബാധിക്കുകയില്ല എന്നോ അല്ല. മറിച്ച് തെറ്റുകൾ, പാപങ്ങൾ ഈമാനിന് കോട്ടമുണ്ടാക്കും, ഈമാനിന് കുറവുണ്ടാക്കും. ഈമാൻ അതിൻ്റെ ബലം കുറച്ചു കളയും. ആ തെറ്റുകളുമായി അതിൽ നിന്ന് പാപമോചനം തേടാൻ അവൻ മരിച്ചതെങ്കിൽ അവൻ അള്ളാഹുവിൻ്റെ മശീഅത്തിന്, അള്ളാഹുവിൻ്റെ ഉദ്ദേശത്തിന് കീഴിലാണ്. ഒരു മുഅ്മിൻ, ഈമാനുള്ള ഒരാൾ, മുസ്ലിമായ ഒരാൾ പാപങ്ങളുമായിട്ടാണ്, ഷിർക്കോ കുഫറോ അല്ലാത്ത, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന പാപങ്ങളല്ല, അതല്ലാത്ത പാപങ്ങളുമായിട്ടാണ് മരിച്ചതെങ്കിൽ അവർ അള്ളാഹുവിൻ്റെ ഉദ്ദേശത്തിന് കീഴിലാണ്. ഒന്നുകിൽ അള്ളാഹു അവന് നേരെ പുറത്തു കൊടുത്തേക്കും, അവൻ അള്ളാഹു സ്വർഗത്തിലാക്കും. അതല്ലെങ്കിൽ അള്ളാഹു അവനെ അവൻ്റെ പാപങ്ങൾക്ക് ശിക്ഷിക്കും. എന്നിട്ട് നരകത്തിയിൽ അവനെ ശുദ്ധീകരിച്ചതിനു ശേഷം
ആ ശിക്ഷ അനുഭവിച്ച് പാപങ്ങളിൽ നിന്നവൻ മോചിതനായതിനു ശേഷം മാത്രമേ അള്ളാഹു അവനെ സ്വർഗത്തിലാക്കുകയുള്ളൂ. കാരണം സ്വർഗം തയ്യിബുകളായ വിശിഷ്ടരായ ആളുകളുടെ ഭവനമാണ്. അവിടെ ഒരിക്കലും ഒരു മാലിന്യവുമായി ഒരു കളയുമായി അങ്ങോട്ടേക്ക് കയറാൻ സാധ്യമല്ല. അള്ളാഹു നമുക്ക് നമ്മുടെ പാപങ്ങൾ പുറത്തു നൽകുമാറാകട്ടെ. വഅസ്ലഹ ബാലഹും, അവരുടെ കാര്യം അള്ളാഹു നന്നാക്കും. ബാൽ എന്ന് പറഞ്ഞാൽ ഒരാളുടെ കാര്യം, അയാളുടെ അവസ്ഥ എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. സാധാരണ തുമ്മിയാൽ നമ്മൾ ചെയ്യുന്ന ദുആയിൽ ഇത് കാണാം. ഒരാൾ തുമ്മിയാൽ അയാൾ അൽഹംദുലില്ലാ എന്ന് പറയണം. അൽഹംദുലില്ലാ എന്ന് അയാൾ പറയുന്നത് മറ്റൊരാൾ കേട്ടയാൾ യർഹമുക്കല്ലാഹ്, അള്ളാഹു നിനക്ക് റഹ്മത്ത് ചൊരിയട്ടെ എന്ന് പറയണം. തിരിച്ച് തുമ്മിയാൾ അയാളോട് യഹ്ദിക്കുമുല്ലാഹു വയുസ്ലിഹു ബാലക്കും എന്ന് പറയണം. യഹ്ദിക്കുമുല്ലാഹ്, അള്ളാഹു നിങ്ങളെ സന്മാർഗത്തിലാക്കട്ടെ. വയുസ്ലിഹു ബാലക്കും, അള്ളാഹു നിങ്ങളുടെ കാര്യങ്ങൾ നന്നാക്കി തരുമാറാകട്ടെ. ഹിദായത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ അത് ഹിദായത്തിലായ ആൾക്ക് വേണ്ടി ഹിദായത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അതിൻ്റെ ഉദ്ദേശം ഒന്ന്, അയാളുള്ള ഹിദായത്ത് അള്ളാഹു നിലനിർത്തി കൊടുക്കാൻ, സന്മാർഗം നിലനിർത്തി കൊടുക്കാൻ എന്ന് മാത്രമല്ല, ജീവിതത്തിൻ്റെ ഓരോ സന്ദർഭത്തിലും ഓരോ നിലപാടുകളിലും ഹിദായത്തിനോട് യോജിച്ച നിലപാടെടുക്കാൻ അയാൾക്ക് അള്ളാഹു തൗഫീഖ് വേണം. ഏത് സമയത്ത് നമുക്ക് ഈ ഹിദായത്ത് വേണ്ടതാണ്. ഓരോരോ സമയത്ത് എന്താണോ സത്യമാർഗത്തോട് യോജിച്ച നിലപാട്, ഹിദായത്തിന് യോജിച്ച വാക്കേത്, പ്രവൃത്തിയേത് എന്നത് ഓരോ സമയത്ത് നമുക്ക് അള്ളാഹു വെളിച്ചം നൽകേണ്ടതുണ്ട് അതിലേക്ക്. അതുകൊണ്ടാണ് എല്ലാ ദിവസവും നമ്മൾ ധാരാളം തവണ ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്ന് സൂറത്തുൽ ഫാത്തിഹയിലൂടെ നിസ്കാരത്തിൽ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ മുഅ്മിനുകൾ, സാലിഹായ പ്രവർത്തനങ്ങൾ പ്രവർത്തിച്ചവർ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു അവതരിപ്പിച്ച ഹക്കിൽ വിശ്വസിച്ചവർ, അവർക്ക് അള്ളാഹു പാപങ്ങൾ പുറത്തു കൊടുക്കുകയും അവരുടെ കാര്യങ്ങൾ അള്ളാഹു നന്നാക്കുകയും ചെയ്യും. വഅസ്ലഹ ബാലഹും, അള്ളാഹു പറയുന്നു ذلك بأن الذين كفروا اتبعوا الباطل وأن الذين آمنوا اتبعوا الحق من ربهم كذلك يضرب الله للناس أمثالهم. ذلك അത് എന്തുകൊണ്ടാണ്? بأن الذين كفروا, കാരണം ആ നിഷേധികൾ, ഇസ്ലാമിനെ നിഷേധിച്ചവർ, ഇത്തബഉ, അവർ പിൻപറ്റിയത് അൽ ബാത്തിൽ, ബാത്തിലിനെയാണ്, അവർ തെറ്റിനെയാണ് പിൻപറ്റിയത്, അർത്ഥശൂന്യമായ കാര്യത്തെയാണ് അവർ പിൻപറ്റിയത്. വഅന്ന الذين آمنوا, എന്നാൽ മുഅ്മിനുകൾ അവർ പിൻപറ്റിയത് ഇത്തബഉ അൽ ഹഖ മിർ റബ്ബിഹിം, അവരുടെ റബ്ബിൽ നിന്നുള്ള സത്യത്തെയാണ് അവർ പിൻപറ്റിയത്. കദാലിക, അങ്ങനെയാണ് യദ്രിബുല്ലാഹു, അള്ളാഹു വിവരിക്കുന്നത് ലിന്നാസി, ജനങ്ങൾക്ക്, അംസാലഹും, അവരുടെ ഉദാഹരണങ്ങൾ അള്ളാഹു റബ്ബുൽ ആലമീൻ അങ്ങനെയാണ് വിവരിക്കുന്നത്. നോക്കൂ, അള്ളാഹു ഇവിടെ എന്തുകൊണ്ട് അവൻ നിഷേധിച്ചവരുടെ പ്രവർത്തനങ്ങൾ പാഴാക്കിയെന്ന് പറയുന്നു, എന്തുകൊണ്ട് മുഅ്മിനുകൾക്ക് അവൻ പുറത്തു കൊടുത്തു എന്ന് പറയുന്നു. കാരണം ഒരു കൂട്ടർ അള്ളാഹു അവതരിപ്പിച്ച സത്യം സ്വീകരിക്കാൻ തയ്യാറായില്ല. അവർ തെറ്റിന്റെ പിന്നാലെയാണ് പോയത്, ബാത്തിലിന്റെ പിന്നാലെയാണ് പോയത്. എന്നാൽ മുഅ്മിനുകളാകട്ടെ അവരുടെ റബ്ബിൽ നിന്നുള്ള സത്യത്തിന്റെ പിന്നാലെയാണ് അവർ പോയത്. അള്ളാഹുവിന്റെ തൃപ്തിയുടെ മാർഗം ഏതാണോ അതിന്റെ പിന്നാലെയാണ് അവർ പോയത്. തെറ്റിനെ അവർ പിൻപറ്റിയില്ല, സത്യത്തെ അവർ പിൻപറ്റി. അതുകൊണ്ടാണ് അവർക്ക് ഈ പ്രതിഫലവും ഇവർക്ക് ആ പ്രതിഫലവും അള്ളാഹു റബ്ബുൽ ആലമീൻ നൽകുന്നത്. കദാലിക യദ്രിബുല്ലാഹു ലിന്നാസി അംസാലഹും, അള്ളാഹു അങ്ങനെയാണ് ജനങ്ങൾക്ക് അവരുടെ ഉദാഹരണങ്ങൾ വിവരിക്കുന്നത്. എന്താണ് അവരുടെ ഉദാഹരണങ്ങൾ എന്ന് പറഞ്ഞാൽ, ഓരോരുത്തരുടെ പ്രവർത്തനവും എന്താവും, ഓരോരുത്തരുടെയും മടക്കം എവിടേക്കാണ്, ഇത് അള്ളാഹു കൃത്യമായി നമുക്ക് വിവരിച്ചു തന്നിരിക്കുന്നു. എങ്ങോട്ടാണ് ഈ പ്രവൃത്തി, എങ്ങോട്ടേക്കാണ് നമ്മെ നയിക്കുക, മറ്റൊരു പ്രവൃത്തി അത് എങ്ങോട്ടേക്കാണ് നമ്മളെ കൊണ്ടുപോവുക എന്ന് അള്ളാഹു നമ്മെ പഠിപ്പിച്ചിരിക്കുന്നു. സഹോദരങ്ങളെ, ഇത് മനസ്സിലാക്കുക എന്നത് ബുദ്ധിയുടെ ലക്ഷണമാണ്. അതായത് ബുദ്ധിമാന്റെ ലക്ഷണം എന്താണ്, ഒരു പ്രവർത്തനം അതിൻ്റെ ഫലം എന്തായിരിക്കും എന്ന് ചിന്തിക്കൽ, അത് ബുദ്ധിയുള്ളവരുടെ ലക്ഷണമാണ്. പാപങ്ങൾ, തെറ്റുകൾ, അത് ചെയ്യുമ്പോൾ അവൻ താൽക്കാലികമായ സുഖവും രുചിയും സ്വാദുമൊക്കെ തോന്നിയേക്കാം. പക്ഷെ അതിൻ്റെ അപ്പുറത്തെന്താണ്,
അതിൻ്റെ അപ്പുറത്ത് കൈപ്പേറിയ അനുഭവങ്ങളാണ് വരാനിരിക്കുന്നത്. അതിൻ്റെ അപ്പുറത്ത് തീരാത്ത സങ്കടവും ഖേദവുമാണ് വരാനിരിക്കുന്നത് എന്ന് മനസ്സിലാക്കി അതുപേക്ഷിക്കുന്നവരാണ് ബുദ്ധിമാൻ. നന്മകളാകട്ടെ ചിലപ്പോൾ അത് ചെയ്യാൻ ചെറിയ ബുദ്ധിമുട്ടുണ്ടായാലും പ്രയാസങ്ങൾ എന്തെങ്കിലും നേരിട്ടാലും ഇതിനപ്പുറത്ത് ഇത് ചെയ്തു കഴിഞ്ഞാൽ സന്തോഷം ലഭിക്കാനുണ്ട്, ആഹ്ലാദവും ആശ്വാസവും ലഭിക്കാനുണ്ട്. അത് നോക്കി അത് പ്രവർത്തിക്കും, അവനാണ് ബുദ്ധിമാൻ. കാരണം നന്മകൾക്ക് ഈമാനുള്ളവന്റെ മനസ്സിൽ നന്മകൾ സന്തോഷമുണ്ടാക്കും. ഈമാനിന്റെ അടയാളമാണ് ഒരാൾ ഒരു ഖൈർ ചെയ്തു, ഒരു സാധുവിന് ആരും കാണാതെ എന്തെങ്കിലും കൊണ്ടുപോയി കൊടുത്തു, അല്ലെങ്കിൽ പരിശുദ്ധ ഖുർആനിൽ നിന്ന് അവൻ നന്നായി പാരായണം ചെയ്തു, അവൻ അല്ലാഹുവിനോട് നിസ്കരിച്ചു. അത് ചെയ്തു കഴിഞ്ഞാൽ മനസ്സിലൊരു സന്തോഷം തോന്നുക എന്നത് ഈമാനിന്റെ അടയാളമാണ്. തെറ്റുപറ്റിയാൽ, പാപങ്ങൾ വല്ലതും സംഭവിച്ചാൽ മനസ്സിൽ ഖേദവും വ്യസനവും തോന്നുക എന്നത് ഈമാനിന്റെ അടയാളമാണ്. അതില്ലാതാവുക എന്നത് വലിയ അപകടമാണ്. അതില്ലാതാവുക വലിയ അപകടമാണ്. അതുകൊണ്ട് നോക്കൂ, ഖൈർ ചെയ്യുക എന്നത് അതിൻ്റെ തൊട്ടടുത്ത് തന്നെ സന്തോഷം നമുക്ക് ലഭിക്കാനുണ്ട്, ഈ ലോകത്ത് തന്നെ. അതിൻ്റെ ഫലങ്ങളാകട്ടെ സുബ്ഹാനല്ലാഹ്, അള്ളാഹുവിന് വേണ്ടി ഇഖ്ലാസോടെയാണോ ചെയ്തത്, വലിയ പ്രതിഫലമാണ് അള്ളാഹു അതിനൊരുക്കി വെച്ചിട്ടുള്ളത്, ഇവിടെയും പരലോകത്തും. ഈ ലോകത്തും പരലോകത്തും. ഇന്നഹു മയ്യത്തഖി വയസ്ബിർ ഫഇന്നല്ലാഹ ലാ യുദീഉ അജ്റൽ മുഹ്സിനീൻ. ആരാണോ അള്ളാഹുവിനെ സൂക്ഷിക്കുകയും ക്ഷമിക്കുകയും ചെയ്തത്, അള്ളാഹു നന്മ ചെയ്യുന്നവരുടെ പ്രതിഫലം ഒരിക്കലും പാഴാക്കി കളയുകയില്ല. നന്മ ചെയ്യുന്നവരുടെ പ്രതിഫലം ഒരിക്കലും അള്ളാഹു പാഴാക്കി കളയുകയില്ല. സഹോദരങ്ങളെ, ചരിത്രത്തിൽ ഒരിക്കലും നന്മയുടെ, ഈമാനിന്റെ സാലിഹായ പ്രവർത്തനങ്ങളുടെ ആളുകൾ ഒരിക്കലും ഖേദിക്കേണ്ടി വന്നിട്ടില്ല. അവരുടെ വിജയം, അവരുടെ ജീവിതം വിജയത്തിൻ്റെതായിരുന്നു, ഉയർച്ചയുടേതായിരുന്നു. തിന്മയുടെ ആളുകൾ, അവർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ അള്ളാഹു വെറുതെ വിട്ടിട്ടില്ല. ഈ ലോകത്തും പരലോകത്തും അള്ളാഹു അവരെ വെറുതെ വിടുകയില്ല. നമുക്ക് പുറമേക്ക് അവരെന്തെങ്കിലും സൂചിച്ച് നടക്കുകയാണ് എന്ന് തോന്നിയാലും അവരുടെ ഹൃദയത്തിൽ ചിലപ്പോൾ കത്തുന്ന കനലായിരിക്കും ഉണ്ടായിരിക്കുക. അവരുടെ ഹൃദയം നീറുകയായിരിക്കും പുറമേക്ക് അവർ എന്ത് കാണിച്ചു നടന്നാലും. ഇനി പോകട്ടെ, മരണസമയത്ത് തൻ്റെ നന്മയുടെ അല്ലെങ്കിൽ തിന്മയുടെ പ്രവർത്തനം ഏതാകട്ടെ അതിൻ്റെ പരിണിത ഫലം അനുഭവിക്കാത്ത ആരുണ്ട്? മരണശയ്യയിൽ കിടക്കുമ്പോൾ മോശക്കാരനായിരുന്നുവെങ്കിൽ ഖേദിക്കാതെ ഒരാളും മരിക്കുകയില്ല. നല്ലവനാണോ സന്തോഷിക്കാതെ അവൻ മരിക്കുക. ഇതൊക്കെ ദുനിയാവിലെ കാര്യമല്ലേ? ഇതൊക്കെ ദുനിയാവിലെ കാര്യമാണ്. ദുനിയാവിലല്ല അവൻ പോകുന്നത്. ദുനിയാവിലെ അവൻ്റെ അവസാനത്തെ ദിവസത്തിൽ തന്നെ അവൻ അതനുഭവിച്ചു തുടങ്ങുന്നതാണ്. മനുഷ്യന് വലിയ പ്രയാസമുള്ള ചില ഘട്ടങ്ങളുണ്ട്. അതിലൊന്നാണ് ജനിച്ചു വീഴുന്ന ദിവസം. ഭൂമിയിലേക്ക് ജനിച്ചു വീഴുക എന്ന് പറഞ്ഞാൽ അത് പ്രയാസമുള്ള ദിവസമാണ് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞത് കാണാം, ഉമ്മയുടെ വയറ്റിലുള്ള കുട്ടി നല്ല ശക്തിയുണ്ടാവും. ഭൂമിയിലേക്ക് അത് വന്ന ഉടനെ അതിന് പ്രയാസം അനുഭവിക്കും. ഏതുപോലെ ഒരു മരത്തിൽ പഴം മരത്തിലുള്ള സമയത്ത് അത് നല്ല ശക്തിയുള്ളതായിരിക്കും. പറിച്ചാൽ അതിന് ദൗർബല്യം അനുഭവപ്പെടും, അത് പ്രയാസത്തിലാകും. എന്നതുപോലെ മനുഷ്യൻ പ്രയാസപ്പെടുന്ന നാളാണ് അവൻ ഭൂമിയിൽ ജനിച്ചു വീഴുന്ന നാൾ. ഒരു ലോകത്ത് നിന്ന് വേറൊരു ലോകത്തേക്ക് വരികയാണ്. ഒരു ലോകത്ത് നിന്ന് വേറൊരു ലോകത്തേക്കാണ് അവൻ വരുന്നത്. ചെറിയ ഒരു ലോകത്തിൽ നിന്ന് വിശാലമായ ഭൂമിയിലേക്ക്. എന്നതുപോലെ ഈ ദുനിയാവിൽ നിന്ന് ആഖിറത്തിലേക്ക് നീങ്ങുന്ന ദിവസവും മനുഷ്യന് പ്രയാസമുള്ള ദിവസമാണ്, അവൻ ബുദ്ധിമുട്ടുന്ന ദിവസമാണ്. കാരണം വേറെ ലോകത്തേക്കാണ് ഈ പോകുന്നത്, അതിവിശാലമായ പരലോകത്തേക്ക്. ഈ ഭൂമിയിലെ പ്രവർത്തനങ്ങൾക്ക് പ്രതിഫലം ലഭിക്കുന്ന സ്ഥലത്തേക്ക്, ഒന്നുകിൽ സ്വർഗത്തിലേക്ക് അല്ലെങ്കിൽ നരകത്തേക്ക്. അള്ളാഹു നരകത്തിൽ നിന്ന് നമ്മെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഇങ്ങനെ സഹോദരങ്ങളെ, അള്ളാഹു ഉദാഹരണം വിവരിക്കുന്നു ഓരോരുത്തരുടെ പ്രവർത്തനം എന്താവും, ഓരോരുത്തരുടെ മടക്കം എവിടെയായിരിക്കും. നോക്കൂ, അടുത്ത ആയത്തുകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ യുദ്ധവുമായി ബന്ധപ്പെട്ട
ചില ആയത്തുകൾ ഈ സൂറത്തിൽ ഉണ്ട്. അള്ളാഹു യുദ്ധമുഖത്ത് മുസ്ലിമീങ്ങൾ അവരുടെ ശത്രുക്കളെ കണ്ടുമുട്ടിയാൽ എന്തു ചെയ്യണം എന്ന് പറയുന്നു. യുദ്ധം എന്നത് ഇസ്ലാമിൽ അതിൻ്റെ നിബന്ധനകൾ പൂർത്തിയായാൽ മാത്രമേ പാടുള്ളൂ. അതിലേറ്റവും പ്രധാനപ്പെട്ട നിബന്ധനകളിൽ ഒന്നാണ് ഒരു ഭരണാധികാരിക്ക് കീഴിൽ ഇസ്ലാമിക സൈന്യമാണ് യുദ്ധത്തിൽ ഏർപ്പെടേണ്ടത് എന്നാണ്. അള്ളാഹു പറയുകയാണ്, ഫഇദാ ലഖീതും, നിങ്ങൾ കണ്ടുമുട്ടിയാൽ അല്ലദീന കഫറു, അള്ളാഹുവിന്റെ ദീനിനെ നിഷേധിച്ച ആളുകളെ, കാഫിറുകളെ നിങ്ങൾ കണ്ടുമുട്ടിയാൽ എന്ന് പറഞ്ഞാൽ എവിടെ കണ്ടുമുട്ടിയാൽ? ഫിൽ ഹർബ്, യുദ്ധമുഖത്ത് കണ്ടുമുട്ടിയാൽ ഫദർബ റിഖാബ്, ഫദർബ് അപ്പോൾ വെട്ടുക, അർറിഖാബ്, റിഖാബ് എന്നാൽ കഴുത്തുകൾ, കഴുത്തിന് വെട്ടുക. ഇത് യുദ്ധമുഖത്താണ്. ഇതുപോലുള്ള ആയത്തുകൾ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിൽ ഒരുപാട് മുസ്ലിമീങ്ങളല്ലാത്തവർ വന്നിട്ടുണ്ട്. ഈ ആയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവർ പറയുന്ന അർത്ഥത്തിലേക്കാണെങ്കിൽ കൺമുന്നിൽ കാണുന്ന ആരെയും ബാക്കി വെക്കാൻ പാടില്ലല്ലോ. അല്ലാതെ യുദ്ധമുഖത്തുള്ള കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അപ്പോൾ എന്ത് ചെയ്യണമെന്ന് പഠിപ്പിക്കുന്നു. ഏതേതവസ്ഥയിലും എന്ത് ചെയ്യണമെന്ന് അള്ളാഹു പഠിപ്പിച്ചതുപോലെ. ഫദർബ റിഖാബ്, അങ്ങനെ ഹത്താ ഇദാ അസ്ഖൻതുമൂഹും, അങ്ങനെ യുദ്ധത്തിലെ കൊലകൾ മുഖേന നിങ്ങൾ അവരെ നശിപ്പിച്ചാൽ, ഫശുദ്ദു, നിങ്ങൾ മുറുക്കുക, അൽ വസാഖ്, വസാഖ് എന്നാൽ കെട്ടിയിടുന്ന ഉപകരണം, കയറുപോലെ ചങ്ങല പോലെ ഉള്ളതിനാണ് വസാഖ് എന്ന് പറയാം. അത് മുറുക്കുക, അഥവാ ബന്ദികളെ, ബാക്കിയുള്ളവരെ ബന്ദികളായി പിടിക്കുക, ഓടിപ്പോകാതിരിക്കാൻ അവരെ ബന്ധിക്കുക. ഫഇമ്മ മന്നൻ ബഅദു, പിന്നീട് അതിനുശേഷം ഒന്നുകിൽ അവരെ വെറുതെ വിടുക. വഇമ്മ, അല്ലെങ്കിൽ ഫിദാഅൻ, ഫിദാ എന്നാൽ നഷ്ടപരിഹാരം വാങ്ങി വിട്ടയക്കുക. ഹത്താ തദഅൽ ഹർബു, യുദ്ധം താഴെ വെക്കുന്നതുവരെ, ഔസാറഹ, യുദ്ധത്തിന്റെ ഭാരങ്ങൾ, അഥവാ യുദ്ധം അവസാനിക്കുന്നതുവരെ. അള്ളാഹു പറയുന്നു ഈ ആയത്തിൽ, ദാലിക, അത്, വലൗ ശാ അല്ലാഹ്, അള്ളാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ, ലൻ തസറ മിൻഹും, അള്ളാഹു തന്നെ അവരെ പരാജയപ്പെടുത്തിയെന്നെ. അഥവാ ഈ യുദ്ധത്തിന്റെ ഒന്നും ആവശ്യമില്ലാതെ. പക്ഷെ അള്ളാഹു ഇത് നിശ്ചയിച്ചത് പരീക്ഷണത്തിനു വേണ്ടിയാണ്. വലാകിൻ, പക്ഷേ, ലിയബ്ലുവ, അവൻ പരീക്ഷിക്കുവാൻ വേണ്ടി, ബഅദക്കും, നിങ്ങളിൽ ചിലരെ, ബിബഅദ്, വേറെ ചിലരെ കൊണ്ട്, മനുഷ്യരിൽ ചിലരെ കൊണ്ട് അള്ളാഹു പരീക്ഷിക്കും. ശത്രുക്കളെ കൊണ്ട് എല്ലാം അള്ളാഹു പരീക്ഷിക്കും. വല്ലദീന ഖുതിലു ഫീ സബീലില്ലാഹ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ കൊല്ലപ്പെട്ടവരാരോ, ഫലൻ യുദില്ല, ഒരിക്കലും അള്ളാഹു പാഴാക്കി കളയുകയില്ല, അഅ്മാലഹും, അവരുടെ പ്രവർത്തനങ്ങൾ. മറിച്ച് അള്ളാഹു എന്താണ് ചെയ്യുക? സയഹ്ദീഹിം, അവർക്ക് അള്ളാഹു വഴി കാണിച്ചു കൊടുക്കും, അഥവാ സ്വർഗത്തിലേക്കുള്ള വഴി. വയുസ്ലിഹു, അവൻ നന്നാക്കും, ബാലഹും, അവരുടെ കാര്യം. വയുദ്ഖിലുഹുമുൽ ജന്ന, അള്ളാഹു അവരെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും. എങ്ങനത്തെ സ്വർഗമാണ്? അർറഫഹാ ലഹും, അള്ളാഹു അവർക്ക് പരിചയപ്പെടുത്തിയ സ്വർഗം, അതിലേക്ക് അള്ളാഹു അവരെ പ്രവേശിപ്പിക്കും. നോക്കൂ, ഇത് നമ്മൾ മുമ്പേ സൂചിപ്പിച്ചതുപോലെ ആ സന്ദർഭത്തിൽ ആണ് ഈ ആയത്തുകൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യണം എന്ന് അല്ലാഹു റബ്ബുൽ ആലമീൻ പഠിപ്പിക്കുന്നു. ഹത്താ തദഅ അൽ ഹർബു ഔസാറഹ, യുദ്ധം അതിന്റെ ഭാരങ്ങൾ നീക്കിവെക്കുന്നതുവരെ, താഴെ വെക്കുന്നതുവരെ ഇതാണ് ചെയ്യേണ്ടത്. ബന്ദികളെ പിടിച്ചതിന് ശേഷം അള്ളാഹു പറയുന്നു, ഒന്നുകിൽ വിട്ടയക്കുക, അല്ലെങ്കിൽ നഷ്ടപരിഹാരം വാങ്ങി വിട്ടയക്കുക. ഇമാം ശാഫിഈ റഹിമഹുല്ലാഹ്, അതുപോലുള്ള മഹാന്മാരായ ഒരുപാട് പണ്ഡിതന്മാർ അത് ഭരണാധികാരിയുടെ തീരുമാനത്തിനനുസരിച്ചാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അഥവാ ചിലരെ ബന്ദിയാക്കി പിടിച്ചാൽ വിട്ടയക്കുകയോ, ചിലരെ നഷ്ടപരിഹാരം വാങ്ങി വിട്ടയക്കുകയോ, ഇനി അതല്ല ചിലരെ കൊലപ്പെടുത്തുകയോ ചെയ്യുക എന്നത് യഥാർത്ഥത്തിൽ ആരുടെ തീരുമാനമാണ്? അത് ഭരണാധികാരിയുടെ തീരുമാനം അനുസരിച്ചാണ്. ഭരണാധികാരി അത് മുസ്ലിമീങ്ങളായ ആളുകളുടെ, ഇസ്ലാമിക സമൂഹത്തിന്റെ
നന്മക്ക് ഏതാണ് കൂടുതൽ നല്ലത് അത് നടപ്പിലാക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രത്തിൽ നമുക്കത് കാണാം. ചിലരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബന്ദിയായി അവരെ മുസ്ലിമീങ്ങളുടെ കയ്യിൽ കിട്ടിയതിനു ശേഷം കൊലപ്പെടുത്താൻ കൽപ്പിച്ചത് കാണാം. ചിലരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നഷ്ടപരിഹാരം വാങ്ങി വിട്ടയച്ചത് കാണാം. ബദറിലെ ബന്ദികളെ നഷ്ടപരിഹാരം വാങ്ങി വിട്ടയക്കുകയാണ് ചെയ്തത്. ചിലരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നും വാങ്ങാതെ വിട്ടയച്ചത് കാണാം. തുമാമത്ത് ഇബ്നു ഉസാലിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നും വാങ്ങാതെ വിട്ടയച്ചു. തുമാമ പോയി മുസ്ലിമായിട്ട് വന്നു. തുമാമ ഇസ്ലാം സ്വീകരിച്ചു. ചിലരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സ്ത്രീയെ സലമ ഇബ്നുൽ അക്വ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ കയ്യിൽ ബന്ദിയായി പിടിക്കപ്പെട്ട ഒരു സ്ത്രീയെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മോചിപ്പിക്കുകയും അവർക്ക് പകരമായി ശത്രുക്കളുടെ കയ്യിൽ തടവിലാക്കപ്പെട്ട മുസ്ലിമീങ്ങളെ തിരിച്ച് പിടിക്കുകയും ചെയ്തിട്ടുണ്ട്. അഥവാ ഇവരെ കൊടുത്താൽ ഇവരെ തരാം, പക്ഷേ നിങ്ങളുടെ കയ്യിലുള്ള ഞങ്ങളുടെ ബന്ദികളെ, ഞങ്ങളുടെ ആളുകളായ ബന്ദികളെ മോചിപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സ്ത്രീ അവർക്ക് തിരിച്ചു കൊടുക്കുകയും എന്നിട്ട് ധാരാളം മുസ്ലിമീങ്ങളായ ബന്ദികളെ മോചിപ്പിക്കുകയും ചെയ്തതായി ഹദീസുകളിൽ കാണാം. ഇതെല്ലാം നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോന്നും ഓരോ സന്ദർഭത്തിനനുസരിച്ചാണ് ചെയ്തിട്ടുള്ളത്. അത് ഭരണാധികാരിയുടെ തീരുമാനമാണ്. അദ്ദേഹത്തിന് എന്താണോ മസ്ലഹത്തായി, ഏതാണ് കൂടുതൽ ഉമ്മത്തിന്, സമുദായത്തിന് നല്ലത് എന്ന് മനസ്സിലായത് അതാണ് ചെയ്യേണ്ടത്. അതാണ് അള്ളാഹു പറഞ്ഞത്, ഫഇമ്മാ മന്നൻ ബഅദു വഇമ്മാ ഫിദാഅ. ഒന്നുകിൽ വെറുതെ വിട്ടയക്കുക, അല്ലെങ്കിൽ മോചനദ്രവ്യം വാങ്ങി വിട്ടയക്കുക. അത് ചിലരെ വെറുതെ വിട്ടയക്കുക എന്നതിൽ ചില നന്മകളുണ്ടാകും. ഇപ്പോൾ തുമാമത്ത് ഇബ്നു ഉസാൽ ഒരു പ്രദേശത്തെ ഭരണാധികാരിയായിരുന്നു. അദ്ദേഹത്തെ മസ്ജിദിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടാൽ പിടിക്കാൻ ഉത്തരവിട്ടിരുന്നു. സഹാബത്ത് പിടിച്ചുകൊണ്ട് മസ്ജിദിൽ തൂണിൽ കൊണ്ടുവന്ന് കെട്ടിയിട്ടു. 3 ദിവസത്തോളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാം സ്വീകരിക്കാൻ പറഞ്ഞു. തുമാമ തയ്യാറായില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വിട്ടേക്കാൻ. ഒന്നും ചെയ്തില്ല, വിട്ടേക്കാൻ പറഞ്ഞു. വിട്ടയച്ചപ്പോൾ സുമാമ ഇബ്നു ഉസാൽ റളിയല്ലാഹു അൻഹു ഷഹാദത്ത് ചൊല്ലുകയാണ്, ഇസ്ലാം സ്വീകരിക്കാൻ. അപ്പോൾ ചിലര് അങ്ങനെ ചെയ്താലായിരിക്കും ഖൈറുണ്ടാവുക. ചിലരാകട്ടെ അവരെ വെറുതെ വിടുന്നതിൽ യാതൊരു ഖൈറും ഉണ്ടാവുകയില്ല. ചിലരെ മോചനദ്രവ്യം വാങ്ങുന്നതിലായിരിക്കും മുസ്ലിം ഉമ്മത്തിന് ഖൈറുണ്ടാവും. അതെല്ലാം യഥാർത്ഥത്തിൽ സഹോദരങ്ങളെ ഭരണാധികാരിയുടെ തീരുമാനത്തിനാണ് ഇസ്ലാം വിട്ടിരിക്കുന്നത്. കാരണം അദ്ദേഹത്തിന് സാധാരണക്കാരായ ആളുകൾക്ക് മനസ്സിലാകാത്തത് പലതും മനസ്സിലാകും. നമ്മൾ വെറുതെ വലിയ വലിയ വർത്താനം പറയാൻ പോകരുത്. അയാൾക്ക് അങ്ങനെ ചെയ്തൂടെ, അങ്ങനെ ആയിക്കൂടെ, ഇങ്ങനെ ആയിക്കൂടെ എന്നൊക്കെ ഭരണാധികാരികളുടെ വിഷയത്തിലൊക്കെ ഇടപെട്ട് സാധാരണക്കാർ സംസാരിക്കുന്നത് കാണാം. സിയാസ, രാഷ്ട്രീയം എന്നത് സഹോദരങ്ങൾ എല്ലാവർക്കും പറ്റുകയില്ല. അതതിൻ്റെ ആളുകൾക്കേ പറ്റുള്ളൂ. അതതിൻ്റെ ആളുകൾക്ക് മാത്രമേ പറ്റുകയുള്ളൂ. ഭരണം, അധികാരം, കാര്യങ്ങൾ നടപ്പിലാക്കുക, നയരൂപീകരണം, ഇതൊക്കെ ചില ആളുകൾക്ക് മാത്രം ചെയ്യാൻ സാധിക്കുന്ന കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ, അത് ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട നിരവധി കാര്യങ്ങൾ അള്ളാഹു മുസ്ലിമീങ്ങളുടെ ഭരണാധികാരികളെയാണ് കാര്യം ഏൽപ്പിച്ചിട്ടുള്ളത്. അവരനുസരിക്കുകയും അള്ളാഹു കൽപ്പിച്ചതിനെതിരാകാത്ത ഏത് കാര്യത്തിലും അവരനുസരിക്കുകയും അവരോട് എതിർപ്പിൻ്റെ ശബ്ദം ഉയർത്താതിരിക്കുകയും അവർക്കെതിരിൽ ജനങ്ങളെ ഇളക്കിവിടാതിരിക്കുകയും ചെയ്യുക എന്നതാണ് ഇസ്ലാമിക സമൂഹത്തിലെ സാധാരണക്കാരായ ആളുകളുടെ ഉത്തരവാദിത്തം. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിരവധി ഹദീസുകളിലൂടെ കൽപ്പിച്ചതാണ്. അഹ്ലുസുന്നത്തിന്റെ അടിസ്ഥാന ആദർശങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് അക്കാര്യം. ഇവിടെ നോക്കൂ, അള്ളാഹു എന്നിട്ട് പറയുന്നത് ഹത്താ തദഅൽ ഹർബു ഔസാറഹ. നേരത്തെ വിവരിക്കപ്പെട്ട കാര്യം ചെയ്യേണ്ടത് ഏതുവരെയാണ്? ഹത്താ തദഅൽ ഹർബു ഔസാറഹ. ഹത്താ തദഅ താഴേക്ക് വെക്കുന്നത് വരെ. അൽ ഹർബ്, ഹർബ് എന്നാൽ യുദ്ധം. ഔസാറഹ അതിന്റെ ഭാരങ്ങൾ, അഥവാ യുദ്ധം അവസാനിക്കുന്നതുവരെ. വിസർ എന്ന് പറഞ്ഞാൽ ഭാരം, പാപഭാരത്തിന് വിസർ എന്ന് പറയും. വസീർ അല്ലെ, മന്ത്രിക്ക് വസീർ എന്ന് പറയും. അത് ഭാഷയിൽ അത് വന്നിട്ടുള്ളത് നാം ഖുർത്തുബി പറഞ്ഞത് കാണാം. രാജാവിന്റെ
ഉത്തരവാദിത്തങ്ങളുടെ ഭാരം തലയിലേറ്റ ആളാണ് ആര്? ഈ മന്ത്രി. അതുകൊണ്ടാണ് ഇത്ര വസീർ എന്ന് പേര് വന്നത്. ഹത്താ തദഅ അൽ ഹർബു ഔസാറഹാ, യുദ്ധം അതിൻ്റെ ഭാരങ്ങൾ താഴെ വെക്കുന്നതുവരെ. ഇവിടെ ഇമാം അബ്ദുറഹ്മാൻ ബിൻ നാസിർ അസ്സഅദി റഹിമഹുല്ലാഹു തആല ഈ ആയത്തിന്റെ തഫ്സീറിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞു. അത് ശ്രദ്ധിക്കുക. അതായത് യുദ്ധം അതിൻ്റെ ഭാരം താഴെ വെക്കുന്നത് വരെയാണ്. അതായത് ഹത്താ ലാ യബ്ഖ ഹർബ്, യുദ്ധം നിലനിൽക്കാതിരിക്കുന്നത് വരെ. വതബ്ഖൗന ഫിൽ മസ്അലതി വൽ മുഹാദന, നിങ്ങൾ മുസ്ലിമീങ്ങൾ നിങ്ങളുടെ ശത്രുക്കളുമായി എതിരാളികളുമായി കരാറിലും സന്ധിയിലും ഒത്തുതീർപ്പിലും പരസ്പര ധാരണയിലുമൊക്കെ ആയിക്കഴിഞ്ഞാൽ അപ്പോൾ നിലപാടിതല്ല ഈ പറഞ്ഞതുപോലെ യുദ്ധവും അതുപോലെ ബന്ദികളെ പിടിക്കലും അല്ല. മറിച്ച് ഫഇന്ന ലികുല്ലി മഖാമിൻ മഖാല, ഓരോ സ്ഥലത്തും അതിൻ്റെതായ വർത്താനുണ്ട്. വലികുല്ലി ഹാലിൻ ഹുക്മ, ഓരോ അവസ്ഥക്കും ആ അവസ്ഥയിലുള്ള വിധിവിലക്കുകളാണുള്ളത്. ഫൽഹാലുൽ മുതഖദ്ദിമ, നേരത്തെ പറഞ്ഞ കഴുത്തിനൊട്ടാനും ബന്ദികളെ പിടിക്കാനുമൊക്കെ പറഞ്ഞ കാര്യം ഇന്നമാ ഹിയ ഇദാ കാന ഖിതാലുൽ വഹർബ്, മുസ്ലിമീങ്ങളും അല്ലാത്തവരും തമ്മിൽ യുദ്ധവും പോരാട്ടവും ഒക്കെ ഉള്ള സന്ദർഭത്തിനാണ് പറഞ്ഞത്. അല്ലാതെ പരസ്പര ധാരണയിൽ കഴിയുന്ന നാടുകളിൽ, ഉദാഹരണത്തിന് നമ്മുടെ നാട് പോലെ അതുപോലെയുള്ള സാഹചര്യങ്ങളിൽ ഈ പറഞ്ഞ വിധിയല്ല ഉള്ളത്. അത് അള്ളാഹുവിന്റെ ഈ വചനത്തിൽ വ്യക്തമാണ്. യുദ്ധം അതിന്റെ ഭാരം താഴെ വെക്കുന്നത് വരെ എന്ന് പറഞ്ഞതിൽ. ഫൈദാ കാന ഫീ ബഅദിൽ ഔഖാത്ത്, അദ്ദേഹം പറയുന്നു ചില സന്ദർഭങ്ങളിൽ ലാ ഹർബ ഫീഹി ബിസബബിൻ മിനൽ അസ്ബാബ്, വല്ല കാരണവും കൊണ്ട്, ഏതെങ്കിലും ഒരു കാരണം കൊണ്ട് യുദ്ധം ഏതെങ്കിലും ഒരു സമയത്ത് ഇല്ലാതായാൽ, ഒരു കാലഘട്ടത്തിൽ ഇല്ലാതായാൽ, ഏതെങ്കിലും ഒരു സമയത്ത് ഇല്ലാതായാൽ ഫലാ ഖത്ല വലാ അസ്ർ, അപ്പോൾ കൊല്ലാനോ ബന്ദിയായി പിടിക്കാനോ പാടില്ല. അപ്പോൾ ഈ വിധി ഇല്ല. അത് ആ സന്ദർഭത്തിലുള്ളതാണ്. ആ സന്ദർഭം ഉണ്ടാകുന്ന സാഹചര്യത്തിൽ ആ വിധി ബാധകമാകും. അല്ലാത്ത സന്ദർഭത്തിൽ സമാധാനത്തിന്റെ വിധിയാണ് ബാധകം. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം അതിന് സാക്ഷിയാണ്. നമ്മുടെ ആരുടെയും വ്യാഖ്യാനമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം അതിന് സാക്ഷിയാണ്. മക്ക കാലഘട്ടം 13 വർഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ കഴിഞ്ഞു. അന്ന് അള്ളാഹുവിന്റെ റസൂലിനോ സഹാബത്തിനോ അവിടെ ഭരണമില്ല, അവിടെ അധികാരമില്ല. മുസ്ലിമീങ്ങൾ അവിടെ പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട്, കൊല്ലപ്പെട്ടിട്ടുണ്ട്. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പോലും ആയുധം എടുത്തിട്ടില്ല. അള്ളാഹു അതിന് അനുവാദം നൽകിയിട്ടില്ല. ആദ്യത്തെ യുദ്ധം ബദർ ഉണ്ടാകുന്നത് മദീന ഹിജറയ്ക്ക് ശേഷമാണ്. മദീനയിൽ ഒരു ഇസ്ലാമിക ഭരണകൂടം സ്ഥാപിക്കപ്പെട്ടതിന് ശേഷമാണ്. അത് സഹോദരങ്ങളെ, അതാണ് ഏത് കാലഘട്ടത്തിലും മക്ക പോലെയുള്ള സാഹചര്യമാണോ ഉള്ളത്, അപ്പോൾ അതുപോലുള്ള നിയമമാണ്. അല്ല മദീന പോലെയുള്ള സാഹചര്യമാണോ ഉള്ളത്, അപ്പോൾ അവിടുത്തെ നിയമമാണ്. മദീനയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഭരണാധികാരിയായ റസൂൽ യുദ്ധം നയിച്ചു. അതുപോലെ ഇസ്ലാമിക ഭരണാധികാരികൾ യുദ്ധം നയിച്ചാൽ അവരുടെ കീഴിലുള്ള മുസ്ലിമീങ്ങൾക്ക് അവരനുസരിക്കുക എന്നത്, അവരുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് അവർ മുന്നോട്ട് പോവുക എന്നതാണ് ഇസ്ലാമിൻ്റെ നിയമം. അത് ഈ ആയത്തിന്റെ തഫ്സീറിൽ നമ്മൾ പറഞ്ഞതുപോലെ പണ്ഡിതന്മാർ വ്യക്തമായി വിശദീകരിച്ചിട്ടുണ്ട്. വലൗ യശാ അല്ലാഹു ലൻതസറ മിൻഹും, ذلك വലൗ യശാ അല്ലാഹു ലൻതസറ മിൻഹും, അള്ളാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ ഇതൊന്നുമില്ലാതെ അവരെ പരാജയപ്പെടുത്തിയേനെ. പക്ഷെ വലാകിൻ ലിയബ്ലുവ ബഅദകും ബിബഅദ്, നിങ്ങൾ ചിലരെ കൊണ്ട് പരീക്ഷിക്കാൻ. സഹോദരങ്ങളെ, ഇസ്ലാമിനും മുസ്ലിമീങ്ങൾക്കും എന്നും തെളിവുകൊണ്ട് വിജയമുണ്ട്. ഹുജ്ജത്ത് കൊണ്ടുള്ള, ന്യായവും തെളിവും കൊണ്ടുള്ള വിജയം എന്നും ഇസ്ലാമിനും മുസ്ലിമീങ്ങൾക്കുമാണ്. എന്നാൽ കായികമായ വിജയം, സായുധമായ വിജയം, മുന്നേറ്റങ്ങൾ, ഉയർച്ച, ആ നിലക്കുള്ള അന്തസ്സും പ്രതാപവും അത് എല്ലാ കാലത്തും ഉണ്ടാവുകയില്ല. നോക്ക്, അത് എല്ലാ കാലത്തും ഈ ദീനിന്റെ കൂടെ, ഇതിന്റെ ആളുകളുടെ കൂടെ ആണെങ്കിൽ പിന്നെ ഇസ്ലാമിന് പുറത്താരും ബാക്കിയുണ്ടാവില്ല. ഇബ്നു ബാസ് റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞതുപോലെ ഇസ്ലാം സ്വീകരിക്കാത്ത ആരുണ്ടാവില്ല. പക്ഷെ അത് അല്ലാഹുവിന്റെ പരീക്ഷണമാണ്. കാരണം അപ്പോൾ ഈ ദീനിന്റെ കൂടെ നിൽക്കുന്നവർ കുറെ ആളുകൾ എന്തായിരിക്കും, അത് ജയിക്കുന്ന പാർട്ടിയുടെ കൂടെ നിൽക്കുന്നവരായിരിക്കും, അല്ലാതെ ശരിയായ ഈമാനോടെ ഇതിന്റെ കൂടെ നിൽക്കുന്നവരല്ല. അതുകൊണ്ട് അങ്ങനെ നിൽക്കുന്നവരാര് എന്നത് തെളിയാൻ അല്ലാഹു റബ്ബുൽ ആലമീൻ ഈ ദീനിന്റെ ആളുകൾക്ക് ഉയർച്ചയും താഴ്ചയും തരും. അതുകൊണ്ട് ദഅഫിന്റെ, പ്രത്യേകിച്ച് നമ്മുടെ ഈ കാലം പോലെയുള്ള ദൗർബല്യത്തിന്റെ കാലഘട്ടം
അത് നമ്മെ ദീനിൽ നിന്ന് പുറത്താക്കരുത്. ഇസ്സത്തിന്റെ കാലം ഈ ഉമ്മത്തിനുണ്ടായിരുന്നു, ഇനിയുമുണ്ട് ഇൻഷാ അല്ലാഹ്. ഇത് പരീക്ഷണം മാത്രമാണ്. അതിലൊരിക്കലും പതറിപ്പോയി ദീൻ ഉപേക്ഷിച്ചു പോകരുത്. ദീൻ പരാജയപ്പെടുകയില്ല. ഇതിൻ്റെ ആളുകൾ അത് ഖിയാമത്ത് നാൾ വരെ ഉണ്ടാവുക തന്നെ ചെയ്യും. അതുകൊണ്ട് അതിൽ നമ്മൾ പെട്ടോ ഇല്ലേ എന്നതാണ് കാര്യം. ഇതുപോലുള്ള സമയങ്ങളിൽ ഉറച്ചു നിൽക്കുക എന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആല വലിയ പ്രതിഫലം നൽകാൻ കാരണമാകുന്ന കാര്യമാണ്. അള്ളാഹു അവന്റെ ദീനിൽ മരണം വരെ നമ്മെ ഉറപ്പിച്ചു നിർത്തുമാറാകട്ടെ. അള്ളാഹു പറയുന്നു, അവന്റെ മാർഗത്തിൽ കൊല്ലപ്പെട്ടവർ അവരുടെ പ്രവർത്തനങ്ങൾ അള്ളാഹു ഒരിക്കലും പാഴാക്കി കളയുകയില്ല, മറിച്ച് അള്ളാഹു അവർക്ക് വലിയ പ്രതിഫലം നൽകും. പ്രത്യേകിച്ച് യുദ്ധമുഖത്ത് രക്തസാക്ഷികളായവർക്ക് വലിയ പ്രതിഫലങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, അവരുടെ പ്രവർത്തനങ്ങൾ എന്നും രേഖപ്പെടുത്തപ്പെടും. മരണശേഷവും അവരുടെ പ്രവർത്തനങ്ങൾ രേഖപ്പെടുത്തപ്പെട്ടുകൊണ്ടേയിരിക്കും. വലിയ പ്രതിഫലം അള്ളാഹു സ്വർഗത്തിൽ അവർക്ക് നൽകും. അവരുടെ കുടുംബത്തിൽ ഒരുപാട് ആൾക്ക് വേണ്ടി ശുപാർശ ചെയ്യാനുള്ള അവസരം അള്ളാഹു അവർക്ക് നൽകും. എന്ന് വിചാരിച്ച് ശുഹദാക്കളുടെ നമുക്ക് ശുപാർശയ്ക്ക് തേടാൻ പാടുണ്ടോ? ഇല്ല, അത് ശിർക്കാണ്, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യമാണ്. അള്ളാഹു അവർക്ക് അവരുടെ വേണ്ടപ്പെട്ടവർക്ക് വേണ്ടി ശുപാർശ പറയാൻ അവസരം നൽകും. ഖബറിലെ ഫിത്നയിൽ നിന്ന് അവർ രക്ഷപ്പെടും. ഇങ്ങനെ ഒരുപാട് ശ്രേഷ്ഠതകൾ അവർക്കുണ്ട്. അവരുടെ പ്രവർത്തനങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും പാഴാക്കി കളയുകയില്ല. ഇൻഷാ അല്ലാഹ് ബാക്കി നമുക്ക് അടുത്ത ആഴ്ച വിശദീകരിക്കാം. വല്ലാഹു തആല അഅലം. وصلى الله وسلم وبارك على عبده ورسوله نبينا محمد وعلى آله وأصحابه أجمعين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته.